ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രാക്ടീസിങ് എങ്ങനെ ചെയ്യാമെന്നും കാണാം. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ധ്യാന പരിശീലനത്തിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു യോഗ മാറ്റാണ്. സൗകര്യപ്രദമായ ഡ്രസ്സും വേണം. പൈജാമ, കുർത്ത, ട്രാക്ക് പാൻസ്, ടീഷർട്ട് ഇങ്ങനെയൊക്കെ. ധ്യാനത്തിലിരിക്കാൻ ശല്യങ്ങളില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ആദ്യം സ്ട്രെയിറ്റ് സ്പൈൻ ചെയറിലോ അല്ലെങ്കിൽ മാറ്റിലോ സുഖാസനത്തിൽ ഇരിക്കുക. നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് നിശബ്ദതയെ കഴിയുന്നത്ര ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പതുക്കെ കണ്ണുകൾ അടച്ച് ചില നിമിഷങ്ങൾ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈകളെ നിങ്ങളുടെ മടിയിൽ തളർത്തിയിടുക. ശാന്തതയോടെ പതുക്കെ ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക. ശ്വാസമെടുക്കുക, പുറത്തേക്ക് വിടുക. മനസ്സിനെ ഇഷ്ടമുള്ള വസ്തുവിലേക്കോ പോയിന്റിലേക്കോ കൊണ്ടുവരിക. ശ്രദ്ധ തെറ്റുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിനെ ആ പോയിന്റിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരിക. ഈ പ്രക്രിയ നിങ്ങൾക്ക് കഴിയുന്നത്രയ്ക്കും സമയം തുടരുക. ശ്വാസം ഉള്ളിലെടുക്കുക. ശ്വാസം പിടിച്ചു വയ്ക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഇനി സാധാരണത്തെ പോലെ ശ്വസിക്കുക. നമ്മൾ ധ്യാനം പൂർത്തിയാക്കി കഴിഞ്ഞു. ധ്യാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സത്ഫലങ്ങൾ ഇവയാണ്. രക്തസമ്മർദ്ദത്തെയും
മാനസിക പിരിമുറുക്കത്തെയും കുറയ്ക്കുന്നു. അതുവഴി മനസ്സിന്റെ സമ്മർദ്ദവും കുറയുന്നു. നിങ്ങളുടെ ഏകാഗ്രതയും ശക്തിയും അധികമാകുന്നു. ധ്യാനം നിങ്ങൾക്ക് സമാധാനത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്നു. അതിന്റെ ഫലമായി നിങ്ങൾക്ക് വൈകാരികതയെ നിയന്ത്രിക്കാനും മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താനും സാധിക്കുന്നു. എപ്പോഴൊക്കെ വിഷമം വരുമ്പോഴും ധ്യാനം ചെയ്യാൻ മറക്കരുത്. ധ്യാനത്തെ ഒരു ശീലമാക്കണം. നിങ്ങളുടെ ഏകാഗ്രതയും കഴിവുകളും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കഴിവ് ലഭ്യമാകും. ധ്യാനം നിങ്ങളെ ഒരു പൂർണ്ണ ആരോഗ്യമുള്ളയാളായി മാറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.